ഫേമസ് ആയിട്ടുള്ളൊരു കേസ്, ഫേമസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അയാൾക്ക് നീതി കിട്ടിയത് ഒരു 9 മാസത്തിന് ശേഷമാണ്. ജോസഫ് എന്ന് പറഞ്ഞ അതെ 255 ദിവസം ജയിലിൽ കിടന്നിട്ട് അതിന് ശേഷമാണ് അയാൾക്ക് നീതി കിട്ടിയത്. അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമുക്കിപ്പോൾ ഓൾറെഡി ആ കേസ് വന്നേക്കുന്നത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടാണ് ഇയാളാണ് മിസ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് കേസ് പോയത്. അപ്പോൾ ആ ഒരു ടൈമിൽ DNA എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പോക്സോ കേസിൽ പല പരിമിതികളുണ്ട്. അതിൽ പോക്സോ കേസിൻ്റെ ഏറ്റവും ആദ്യത്തെ തെളിവ് എന്ന് പറഞ്ഞാൽ ആ വിക്ടിമിൻ്റെ മൊഴിയാണ്. ഇതിൽ ആ വിക്ടിമിൻ്റെ മൊഴി പ്രകാരമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. പിന്നീടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതും എല്ലാ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഡിലേ അത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ആ ഡിലേയുടെ ഭാഗമായിട്ട് ഇതുപോലുള്ള തെളിവുകളൊക്കെ സ്വീകരിക്കാനായിട്ട് സമയമെടുക്കും. പിന്നെ ഇതുപോലെ ഈ വിക്ടിമിൻ്റെ ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ ഇത് ഈ DNA എടുക്കുക, അതുപോലത്തെ 2 ഫിംഗർ ടെസ്റ്റ് അങ്ങനത്തെ ഒക്കെ പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് പല പരിമിതികളുണ്ട്. അത് ആ കുട്ടിയുടെ കൺസെൻറ്റ് വേണം, അവരുടെ പാരൻസിൻ്റെ കൺസെൻറ്റ് വേണം. ഇതൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഡിലേ എടുക്കും. ആ പറഞ്ഞ ഡിലേ കൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും ദിവസം അകത്ത് കിടക്കേണ്ടി വന്നത്. അത് ശരിക്കും ഒരു നമ്മുടെ പോരായ്മയാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ.